ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ ചാലഞ്ച് ഒന്നുമില്ല, നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാണ്. നമ്മളെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിനി. നമ്മളൊരു വീഡിയോയില് സ്റ്റേഷനറി വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബർ ചോദിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഈ കമന്റ് അസ്പിന കാണിച്ചു കൊടുത്തപ്പോൾ അസ്പിന പറഞ്ഞു, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയാലും നമ്മൾ അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇവർക്ക് പിന്നെ ഡ്രോയിങ്ങും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യാൻ അറിയും, നല്ലോണം അറിയും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഞാൻ ആവശ്യ സാധനം വെച്ചിട്ടില്ലേ, ഒരു പശയാണ്, പിന്നെ 2 പെയിന്റ് ബ്രഷ് വെച്ചിട്ടുണ്ട്, പിന്നെ പെയിന്റാണ് ഗൈസ് മെയിനായിട്ട്. പിന്നെ ഒരു ബ്ലൂ കളർ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളെ സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, എല്ലാവരും മറക്കാതെ ചെയ്യും. നമുക്കങ്ങനെ ചെയ്താലോ? ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് പിന്നെ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പം കാണൂല. അപ്പം നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ സൗണ്ടിൽ പറഞ്ഞു കൊടുക്കും. 9 സ്റ്റിക്ക് ഉണ്ട്. അപ്പൊ അതെ, ഇത് ഐസ്ക്രീം സ്റ്റിക്കാണോ 9 എണ്ണം. അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കാനാണ് ഒരിത്. അപ്പൊ നമുക്കിത് ഫസ്റ്റ് കളർ ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ചെയ്തെടുക്കാം. നമുക്ക് ഇതാ, അപ്പൊ നമുക്ക് ഈ സ്റ്റിക്കിലേക്ക് ബ്രഷ് കൊണ്ട് ബ്ലൂ കളർ ചെയ്തെടുക്കാം. നമുക്കൊരു കാർഡ്ബോർഡ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ബെഞ്ചിലെല്ലാം കളറാവും. പ്രൈസ് നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം. നല്ല കളറാണ്. എല്ലാ കളറും തന്നെയാ അസ്വിന. അപ്പൊ നമുക്ക് ഇത് ഫുള്ളും കളർ ചെയ്തിട്ട് വരാം അല്ലേ? ഒന്ന് കളർ ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക്. നീ കളർ ചെയ്യുന്നുണ്ടോ? ഇതുപോലെയാണ് ഒരു സ്റ്റിക്ക് നമുക്ക് കളർ ചെയ്തെടുക്കണ്ടേ. അപ്പൊ നമുക്ക് ഇനി എല്ലാം ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മ മൊത്തം കളറും ഇതാ നമ്മളെ സ്റ്റിക്കിലെല്ലാം കളർ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മതാ 9 സ്റ്റിക്കിലും നമ്മ ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെച്ചാല്, ഞാനിതാ ഇവിടെ ഒരു കുരുവീനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ A4 ഷീറ്റില് കാണുന്നില്ല, കുറച്ച് കൊടുക്ക്. ഞാനിത് ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കാം. അപ്പൊ നമുക്ക് സ്കെച്ച് എടുക്കാം. ഞാനൊരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് കാണിക്കാം.
അപ്പോൾ ഞാനിതാ കുരുവിക്ക് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കളറൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഇത് ഫുൾ ബ്ലാക്ക് കൊടുക്കണം, ഒരു നൈറ്റ് തീമത്തെ പോലെ. ഈ ഒരു ബ്ലാക്ക് കളറ് നമുക്ക് ഇതിൽ ഫുള്ളും കൊടുക്കാം. നമുക്കപ്പം ഇത് ഫുള്ളും കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാൻ അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ബ്ലാക്ക് കളറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബ്ലാക്ക് ഇത് മൊത്തം ബ്ലാക്ക് ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. മെല്ലെ വരച്ചിട്ട് കണ്ണൊന്നും ആവശ്യമില്ല. രാത്രി നമ്മൾ ഇങ്ങനെ നോക്കൂലേ, ഒരു നിഴല് കാണണം. ഇപ്പൊ നമുക്കിത് ഫുള്ളും കൊടുത്തിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ് ഇതാ ഞാൻ ഫുള്ളും ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, ഇനി നമ്മൾ ഇത് നമ്മൾ മുറിച്ചെടുക്കണം. ഇത് ഒരു അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു തീമിലേക്കാണ് ഞാൻ പോകുന്നത്. അമ്മയും ഒരു കുഞ്ഞും. അപ്പം നമുക്കിത് മുറിക്കാം കേട്ടോ. ഒരു കത്രിക വെച്ചിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിന് കാല് ആവശ്യമില്ല കേട്ടോ, ഞാൻ കാല് വരച്ചു പോയതാണ്. നമുക്കിത് കാല് ആവശ്യമില്ല. കാലുണ്ടാവുമ്പോ നല്ല രസമല്ലേ? കാല് ആവശ്യമില്ല നമുക്ക്. അപ്പൊ മുറുക്കി മെല്ലെ മെല്ലെ സമാധാനത്തിൽ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് മുറിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ നീല കളറ് സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്, ഐസ്ക്രീം സ്റ്റിക്ക്. പിന്നെ നമ്മൾ നേരത്തെ കുരുവിനെ വരച്ച് വെച്ചിട്ടുണ്ട്, വരച്ചിനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കുരുവി, 2 കുരുവി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ബ്ലാക്ക് കളറ്. ഇനി നമുക്ക് ഈ ഒരു 2 ഗ്ലിറ്റർ പേപ്പർ ഉണ്ട്. ഈ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് നമുക്ക് സ്റ്റാറും പൂവും ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റാർ വരച്ചെടുക്കണം. നമുക്കൊരു സ്റ്റാർ വരയ്ക്കാം. ഇത് വരച്ചാൽ കാണൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ എടുത്തിട്ട് വരയ്ക്കാം. വരച്ചാൽ കാണില്ല, പെൻസിൽ കാണില്ല. കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ സ്റ്റാറും വലിയ സ്റ്റാറൊക്കെ ആക്കി എടുക്കാം. നമുക്ക് സ്റ്റാർ ആക്കിയിട്ട് വേണം. ഇപ്പോൾ ഗൈസ് ഇനി നമുക്ക് പൂവ് ആക്കാം കേട്ടോ. പൂവ് എങ്ങനെ നമുക്ക് സാധാരണ ഒരു പൂവ് വരയ്ക്കുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാം. ഇത് ഗ്ലിറ്റർ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ കളർ ഷീറ്റിലാണെങ്കിൽ മുറിച്ചിട്ടൊക്കെ ചെയ്യാം. ഇത് ഗ്ലിറ്റർ പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരച്ചിട്ട് ഇത് മുറിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ചെറിയ പൂവൊക്കെ ആക്കിയെടുക്കാം. ഇത് നമുക്ക് ഡെക്കറേഷനായിട്ട് ആ ഒരു സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോ കട്ട് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം വരച്ചിട്ട് കാണാം കേട്ടോ. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 കിളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കിളിക്ക് നമുക്ക് ഉമ്മ പറഞ്ഞ ഒരു കണ്ണ് വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കൊണ്ട് നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത കളർ സ്റ്റിക്ക്, പിന്നെ നമ്മൾ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ചെയ്ത സ്റ്റാറും പൂവൊക്കെ ഉണ്ട് നമ്മളടുത്ത്. അപ്പോൾ അതെ ഒരു 3 സ്റ്റാറും ഒരു 4 പൂവൊക്കെ ഉണ്ട് നമ്മളടുത്ത്. ഗൈസ് ഇതാ കാണുന്നുണ്ടോ? അങ്ങനത്തെ സ്റ്റാറും പൂവൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിളിക്ക് നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ തീർന്നു പോയ പെന്ന് എടുത്തിട്ട് നമ്മളിത് ഓരിയെടുക്കാം ടോപ്പ്. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു പെയിൻറ്റിൽ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ ആ ഒരു ടോപ്പിനെ. എന്നിട്ട് നമുക്ക് ഇതാ ഈ കിളീൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വരമാ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു കിളിക്ക് ഒരു കണ്ണായി കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി അറേഞ്ച് ചെയ്ത് വെക്കേണ്ട പരിപാടിയില്ലു. അപ്പോൾ നമുക്കിനി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു വീട് നമുക്ക് ഉണ്ടാക്കണം. അതെ ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ പശ എടുത്തിട്ട് നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് പശ എടുത്തെടുക്കാം. കുറച്ച് പശ മതി കേട്ടോ, കൂടുതലായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെയായിട്ട് പിടിച്ചെടുക്കാം. കുറച്ച് പശ മതി, ഞാൻ കൂടുതലാക്കി പോയി ഗൈസ്.
ഇങ്ങനത്തെ ഒരു വീട് പോലെ കുറച്ച് ഇതാക്കട്ടോ ഇവിടെ കൂട്ടാം. നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇവിടെ വെച്ചെടുക്കാം. നമ്മൾ ഇതാ ഈ ബെഞ്ചിൽ വെച്ചോണ്ട് ഈ സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുന്ന അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് കാർഡ്ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചെടുത്തു. പിന്നെ നമുക്ക് ഇവിടെ 2 ഭാഗത്ത് പശയാക്കിയിട്ട് ഇത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് താഴെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കണം, ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെ നമ്മളിതാ പശ വെച്ചിട്ട് ഇവിടെ കുറച്ച് പശയാക്കിയിട്ടുണ്ട്, പുറത്തും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കാണുന്നുണ്ടോ? ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊന്നും നമുക്ക് ഉണങ്ങിയിട്ട് വരാം, ഇല്ലെങ്കിൽ നമ്മ ഇങ്ങനെ ആട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മൾ ഇത് ഉണങ്ങിയിട്ട് കാണിച്ചാൽ കേട്ടോ. ഗൈസ്, നമ്മൾ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അനങ്ങി പോകും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇതാ അവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണം അല്ലേ? ഇതാ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഈ ഒരു കുരുവി ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് സൗണ്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പശ എടുക്കാം. ഇത് നമുക്ക് നല്ല ഇതാക്കി കൊടുക്കാം, ഒട്ടിച്ചെടുക്കാം കേട്ടോ. പശ അങ്ങനെ നല്ല ഭാഗത്താക്കിയിട്ട് നമുക്കിനി വീടായിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പൈസ ഇതുപോലെ നമുക്ക് കുറച്ചിങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന പോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്തതും ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ പൈസ ഇങ്ങനെ തേച്ചെടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് പൂ ഒട്ടിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ നമ്മൾ ഇതാ ഇങ്ങനെ പൊരിക്കുന്നതാണ്. എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഈ ഒരു ഇതും സ്റ്റാറൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റാർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാർ മാത്രം ഒരു ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാർ ശരിക്കും സ്റ്റാറായ പോലെ തോന്നില്ല, എന്നാലും അസ്ഫിനെ കൊണ്ട് അറിഞ്ഞ വിധത്തിൽ സ്റ്റാർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് ഒട്ടിയിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഫുള്ള് ഉണങ്ങണം അല്ലേ? ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, നമ്മളെ ക്രാഫ്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ. അടുപ്പിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളെ ക്രാഫ്റ്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ സബ്സ്ക്രൈബർ ഏത് വീഡിയോസിൽ പറഞ്ഞത്? സ്റ്റേഷനറി വീഡിയോസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് നിങ്ങള് പിന്നെ ഗ്രാഫ്റ്റ് വീഡിയോ ചെയ്യാമോ ചോദിച്ചപ്പോഴാണ്, അത് കണ്ടപ്പോഴാണ് അപ്പൊ മോള് പറഞ്ഞത് ഞാൻ ചെയ്യാന്ന്. അപ്പം സ്പീനാനെ കൊണ്ട് അറിഞ്ഞ വിധത്തിൽ ഇവിടെ ഒരു ചെറിയ ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഇത് തുടക്കമായതുകൊണ്ട് ഒരു ചെറിയ ക്രാഫ്റ്റ്. അവിടെ നിൽക്ക്. അപ്പം അറിഞ്ഞ വിധത്തിൽ അത് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം, എന്നാലേ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യം ശരിയാണ്, പക്ഷേ ചെറിയ കുട്ടികളില്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യമെല്ലാം ഉണ്ട്. എന്നാലും പിന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്തത് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം. പിന്നെന്താ പറയാനുള്ളത്? ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞോ നീ ഇങ്ങനെ ചെയ്തിടാം.
കയറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വാങ്ങിയിട്ട് നമ്മൾ ഒരു ആനയൊക്കെ അടിച്ചതിന് ശേഷം അതിൽ ഇങ്ങനെ ഇതുണ്ടോ ഞാനും പിടിച്ച് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ നല്ല പിടിക്കണം, ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതാ അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഇതാ അപ്പൊ ചെറിയ കുട്ടികൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ, വെക്കേഷൻ ടൈം അല്ലേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു കളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാരും സേഫായിരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും സേഫായിരിക്കുന്നു. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.